You moved in. It gets lonely here. I have so enjoyed playing. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2021 ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ എ സാവന്ന ഹണ്ടിങ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഈ മിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഹൊറർ ത്രില്ലർ മൂവീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഒരു വീട്ടിലൊളിഞ്ഞിരിക്കുന്ന രഹസ്യവും അവിടേക്ക് താമസിക്കാൻ വരുന്ന ഒരു കുടുംബവും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റോടെ നമുക്ക് പറഞ്ഞു തരുന്നൊരു മൂവിയാണ് 2021 പുറത്തിറങ്ങിയ സാവന്ന ഹണ്ടിങ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ പെൺകുട്ടി സ്വിമ്മിംഗ് പൂളിലേക്ക് വീണിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അമ്മയോട് അവളിങ്ങനെ പറയാണ്. പക്ഷെ ആരും അത് കേൾക്കുന്ന പോലെ തോന്നുന്നില്ല. പെട്ടെന്ന് ഈ കാര്യം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ കണ്ണുറക്കുന്നു. അപ്പോൾ അവളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണിതെല്ലാം. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ റേച്ചൽ, അവളുടെ ഭർത്താവ് എറിക്ക്, 2 മക്കളായിട്ടുള്ള ഏപ്രിലും ആൻഡ്രൂവും, ഇവർ 4 പേരും ഇപ്പോൾ ഒരു കാടിനുള്ളിലേക്ക് യാത്ര ചെയ്യാണ്. വേറൊന്നുമല്ല, നഗരത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഈ കാടിനുള്ളിൽ കുറച്ച് വിലയ്ക്ക് അവർക്കൊരു വീട് കിട്ടി. അത് വാങ്ങിച്ചത് വേറെ ആരുമല്ല, ഹീറോ തന്നെയാണ്. ഇപ്പോൾ റേച്ചലിന്റെ മകൾ ഏപ്രിലാണെങ്കിലോ അവൾക്ക് ഇതുപോലെ വീട് മാറി വരുന്നതിലൊന്നും വലിയ താല്പര്യമില്ല. അവളുടെ മുഖത്ത് തന്നെ അത് കാണാൻ കഴിയും. അപ്പോൾ എറിക്ക് പറയും, മോളെ നീ വിഷമിക്കണ്ട, ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും നിനക്ക് ആ വീട് ഇഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ കാടിനുള്ളിൽ വീട് വാങ്ങി വെച്ചിട്ട് വേറൊന്നും കാണാനില്ലാതെ എന്ത് ഇഷ്ടപ്പെടാനാണ് എന്നാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ 4 പേരും ആ വീട്ടിലേക്ക് വരികയാണ്. അത്യാവശ്യം ഒരു വലിയ വീടാണ്, 4 പേർക്ക് താമസിക്കാൻ കഴിയുന്ന. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയതുകൊണ്ടാണ് അവൻ ഈ വീട് വാങ്ങിച്ചത്. അങ്ങനെ ഫർണിച്ചർ മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം വീടിനകത്തേക്ക് വെക്കുന്നു. എന്തായാലും അത് കുറച്ച് പാടുള്ള ജോലിയാണ്, കുറേ സമയം എന്തായാലും വേണ്ടി വരും. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ഹീറോയിൻ മുകളിലത്തെ റൂമിലേക്ക് പോയിട്ട് അവിടെ നോക്കുമ്പോൾ ഇപ്പൊ ഈ വീടിനകത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഹീറോ പറയും, പഴയ വീടല്ലേ, അതും തടി വെച്ചുണ്ടാക്കിയത്, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ വീടിനകത്ത് ഇങ്ങനെ തന്നെയാണ്, പക്ഷേ വെളിയിൽ നല്ല ചൂടുണ്ടല്ലോ. അല്ലെ ഈ വീടിന് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അതുകൊണ്ടായിരിക്കുമോ പഴയ താമസക്കാർ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ഈ വീട് വിറ്റതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഹീറോയ്ക്ക് അറിയത്തില്ല. എന്തായാലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയതുകൊണ്ട് ചെറിയ ചെറിയ പാച്ച് വർക്കുകളൊക്കെ ഉണ്ടാവും, അതെല്ലാം ശരിയാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ കഴിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീട് വാങ്ങിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാകുമ്പോൾ ഹീറോയിൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് വെക്കുകയാണ്. അപ്പോഴാണ് സ്റ്റെപ്പിൽ നിന്നും ഒരു ബോൾ താഴേക്ക് ഉരുണ്ട് വീഴുന്നു. ഇതായിട്ടാ മുകളിൽ നിന്ന് ഈ ബോൾ താഴേക്ക് തള്ളിയിട്ടെ എന്ന് വിചാരിച്ച ഹീറോയിൻ ഇപ്പോൾ ആ സ്റ്റെപ്പിനടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു ബോളും എടുത്ത് നേരെ മുകളിലേക്ക് വരുമ്പോൾ മുകളിൽ ഒരു ബോക്സ് ഉണ്ട്. അത് ഇതിനു മുന്നേ ഇവിടെ താമസിച്ചിരുന്നവർ എടുത്തു വെച്ച ബോക്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതെടുത്തിട്ട് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് എടുത്തു നോക്കുമ്പോൾ ആ ഒരു പാവയുണ്ട്. പക്ഷെ അതൊരു കുട്ടിക്ക് കളിക്കാൻ പറ്റിയ രീതിയിലുള്ളതല്ല, കാണുമ്പോൾ തന്നെ എന്തോ പേടിയാവുന്നത് പോലെ. അതുകൊണ്ട് ഹീറോയിൻ ആ ഒരു പാവ എടുത്തിട്ട് നേരെ വെളിയിലേക്ക് കൊണ്ടുവന്ന് വേസ്റ്റ് ബിന്നിൽ ഇടുകയാണ്. അതേസമയം ഇവിടെ ഏപ്രിലിന്റെ മുറിയിൽ കാണിക്കുമ്പോൾ അവള് നല്ല കരച്ചില്. വേറൊന്നുമല്ല, അവളുടെ സുഹൃത്തുക്കളെല്ലാം വിട്ടിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ നാളെ പുതിയൊരു സ്കൂളിലും പോയേണ്ടതുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പൊ ഏപ്രിലിനെ ആൻഡ്രൂവിനെയും സ്കൂളിലേക്ക് കൊണ്ടാകാൻ പോകുന്നത് എറിക്കാണ്. അങ്ങനെ അവരെല്ലാവരും കാറിലേക്ക് കയറി പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഹീറോയിൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിപ്പോഴും ഓരോന്നായിട്ട് എടുത്തു വെക്കുകയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നേരെ കബോർഡിനടുത്തേക്ക് വന്ന് ആ കബോർഡ് തുറക്കുമ്പോഴത്തേക്കും ഇത് കണ്ട് അവളങ്ങ് ഞെട്ടും. അല്ല, ഇതെങ്ങനെ അകത്ത് വന്നെന്ന് വിചാരിച്ചിട്ട് അവൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് വീണ്ടും ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ കുട്ടികളെ 2 പേരെ സ്കൂളിൽ വിട്ടിട്ട് അവനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തൻ ചോദിക്കും, അല്ല ഇവിടെ ഏത് വീടാണ് നിങ്ങൾ വാടകയ്ക്ക് വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ വാടകയ്ക്കല്ല താമസിക്കുന്നത്, ഒരു വീട് തന്നെ വാങ്ങി എന്ന് പറഞ്ഞ് ഇവർ താമസിക്കുന്ന ആ ഒരു വീടും ആ സ്ഥലവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയാൾക്കത് നേരത്തെ തന്നെ അറിയാം. അപ്പോൾ അവൻ പറയും, ഹേയ് അത് കൊള്ളാലോ, കുറേ നാളായിട്ട് ആ ഒരു വീട്ടിൽ അങ്ങനെ അധികം ആരും താമസിക്കാറൊന്നുമില്ല, അങ്ങനെ ആരും വരാത്ത ആ ഒരു വീട്ടിലെ എന്തായാലും ഇപ്പോൾ ആളുണ്ടല്ലോ, നിങ്ങളത് വാങ്ങിയത് എന്തായാലും നല്ല കാര്യമായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവ സാധാരണ രീതിയിലാണ് അത് പറയുന്നത്. പക്ഷെ ഇത്രയും നാളായിട്ടും ആരും താമസിക്കാത്ത ആ ഒരു വീടാണ് ഇവർ വാങ്ങിയെന്നറിയുമ്പോൾ ഹീറോയ്ക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ഇവരുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോയിൻ രാവിലെ തന്നെ ആൻഡ്രൂവിനെ വിളിക്കാൻ വേണ്ടി അവന്റെ മുറിയിലേക്ക് വരും. എന്നിട്ട് ആ ഒരു പുതപ്പെടുത്ത് മാറ്റുമ്പോഴാണ് അവന്റെ അടുത്ത് ആ ഒരു പാവ എടുക്കുന്നു. പെട്ടെന്ന് ആ ഒരു പാവ ഹീറോയിൻ എടുത്തിട്ട്, ഓ അപ്പോൾ നീയാണല്ലേ ഓരോ സമയം ഈ പാവയെ വെളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും അവൾ ആ ഒരു പാവയെ എടുത്തിട്ട് വീടിന് വെളിയിലേക്ക് പോയി വേസ്റ്റ് ബിന്നിലേക്ക് തന്നെ കളയുന്നു. അങ്ങനെ കുട്ടികളെല്ലാവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ഒരു തെറപ്പിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, അവൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടി വെള്ളത്തിൽ വീണ് രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുമല്ലോ, ആ കാര്യം സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അത് സത്യത്തിൽ ഹീറോയിന്റെ മകളാണ്. അവൾക്ക് 3ാമതൊരു കുട്ടി ഉണ്ടായിരുന്നു.
ഇവർ ഇതിനു മുന്നേ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ആ ഒരു അപകടം സംഭവിച്ച് ആ പെൺകുട്ടി മരിച്ചത്. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണമാണ് ഈ ഡോക്ടറെ കാണാൻ വേണ്ടി ഹീറോയിൻ എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ വീട്ടിൽ ഇവർ താമസം മാറിയതും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെയും വീട്ടിലേക്ക് ഡിന്നറിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ആഹാരമെല്ലാം കഴിക്കുമ്പോഴത്തേക്കും ഈ സുഹൃത്തിൻ്റെ ഭാര്യയുടെ പേര് ബ്രെട്ടി എന്നാണ്. അവള് ഇവരോട് പറയുന്നുണ്ട് ഞങ്ങൾ പൂർവികരായിട്ട് ആഫ്രിക്കക്കാരാണ് എന്നല്ല ഇവർ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പറയുമ്പോൾ അവളുടെ ഭർത്താവ് പെട്ടെന്ന് ദേ ഒരു കാര്യം അറിയോ, എൻ്റെ ഭാര്യയുടെ അമ്മ അവർക്ക് മന്ത്രവാദം അറിയാം, അങ്ങനെ ഒരുപാട് മന്ത്രശക്തികളൊക്കെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് തൻ്റെ ഭാര്യനെ കുടുംബത്തെ അവൻ കളിയാക്കാണ്. അത് കളിയാക്കുന്ന രീതിയിലാണ് അവൻ പറയുന്നത്. അപ്പോൾ ബ്രിട്ടി പറയും, ഹേയ് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട, പക്ഷെ വെറുതെ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. ഒരു കാര്യം അറിയോ, എനിക്കും ചില കഴിവുകളൊക്കെ ഉണ്ട്. ഈ ആത്മാക്കളുടെ സാന്നിധ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവളുടെ ഭർത്താവ് വലിയ രീതിയിൽ കാര്യമാക്കി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഹീറോയിൻ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓ അങ്ങനെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എന്നെല്ലാമാണ് പറയുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആ ചെറിയ പയ്യനുണ്ടല്ലോ ആൻഡ്രൂ, അവൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയിൻ അവനെ പൊക്കിയെടുത്ത് നേരെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ മൂക്കിൽ ആ ഒരു രക്തമെല്ലാം തുടച്ചു കളയും. അപ്പോഴാണ് ആ ഒരു ചെറിയ പയ്യൻ പറയുന്നത്, അമ്മ നിങ്ങൾ ആവശ്യമില്ലാതെ അവരെ ദേഷ്യപ്പെടുത്താണ്, അവരെ ഉണർത്തുകയാണ് എന്നെല്ലാം പറയുമ്പോൾ ഇവർക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നില്ല, ഇവൻ എന്താ പറയുന്നത്, അവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോയും വിചാരിക്കും ഇനിയിപ്പോൾ വന്ന ഗസ്റ്റിനെ പറ്റിയാണ് ഇവൻ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഫ്രണ്ടിനെ വൈഫിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഹീറോ ആണ്. അങ്ങനെ പോകുന്നതിന് മുന്നേ ബ്രിട്ടി ഹീറോയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഈ വീട്ടിലെ ഒരു ബേസ്മെന്റ് ഉണ്ട്, അവിടെ നിന്നും ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ അതിനുള്ളിലേക്ക് പോകരുത് എന്ന് നമ്മുടെ എറിക്കിനോട് പറയുമ്പോൾ എറിക്ക് പറയും, മേഡം നിങ്ങൾ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്, എന്നാലും. അപ്പോൾ ഇത് കേട്ട ബ്രിട്ടിയാണെങ്കിലോ ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് അവർ രണ്ടുപേരും തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു വരും. അപ്പോഴേക്കും ബ്രിട്ടി തൻ്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, ഓക്കെ അവരങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇനി ഈ വീട്ടിലേക്ക് വരരുത്, അവർ വിളിച്ചാൽ പോലും ഈ വീട്ടിലേക്ക് വരരുതെന്ന് അവനോട് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇപ്പോൾ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി ഇവരെല്ലാവരും വെളിയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ അതേ കാര്യം വന്നിട്ട് ഏപ്രിലിനോട് പറയുമ്പോൾ അവൾ പറയും ഞാൻ വരുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ എന്ന് പറയുന്നതും ഇവർക്കും വേറെ വഴിയില്ല. അതുകൊണ്ട് ഇവർ മൂന്നുപേരായിട്ട് കാറിൽ പോവാണ്. അപ്പോൾ എറിക്ക് റേച്ചലിനോട് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് അവളെ നമ്മൾ നേരെയാകും, അവളുടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവളെ എങ്ങനെയും പുറത്തു കൊണ്ടുവന്നേ മതിയാവൂ എന്ന് പറയുമ്പോൾ ആൻഡ്രൂ ഉണ്ടല്ലോ അവൻ പുറകിൽ ഇരുന്നിട്ട് ഇപ്പോൾ പറയും, നമുക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാലോ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇവരുടെ കുടുംബത്തിൽ ആർക്കും ഈ ദൈവവിശ്വാസമൊന്നും അധികമില്ല. അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ആൻഡ്രൂ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും പാർക്കിലേക്ക് വരുന്നു. അങ്ങനെ ഇവരവിടെ ആ ഒരു പാർക്കിൽ ചെലവഴിക്കുമ്പോഴത്തേക്കും ഇവിടെ ഏപ്രിലിൽ ആ ഒരു പോളിനടുത്തേക്ക് വന്നിരുന്ന എന്തോ വായിക്കാണ്. അപ്പോഴാണ് ലീലത്ത് എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് അവിടേക്ക് വരുന്നത്. ഇപ്പം അവൾ വരുമ്പോഴത്തേക്ക് ഏപ്രിൽ ചോദിക്കും, അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാനിവിടെയുള്ളൊരു അയൽക്കാരി തന്നെയാണ്, നിങ്ങളെപ്പോലെ തന്നെയാണ്, തനിയാണ് ജീവിക്കുന്നത്, പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആളുകളെയൊന്നും കാണാറില്ലായിരുന്നു, ഇപ്പോൾ പെട്ടെന്ന് ആളിനൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഏപ്രിലിനടുത്ത് വന്നിരിക്കും. ഓക്കെ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ പോയി എന്നെല്ലാം ചോദിച്ചിട്ട് അവൾ അവിടെ ഇരിക്കുന്നതും ഇപ്പം അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോഴാണ് അവൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ അവിടേക്ക് വരുന്നത്. എന്നിട്ടാണ് നമ്മുടെ ഹീറോയോട് പറയുന്നത്, എറിക് ഇന്നലെ രാത്രി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നില്ലേ, അതിനുശേഷം ആ വീട്ടിൽ എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നല്, അതുകൊണ്ട് നിങ്ങളെപ്പറ്റിയും ഈ വീടിനെ പറ്റിയും ഞാൻ എൻ്റെ മുത്തശ്ശിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ ഒരു വീടില്ലേ, അവിടെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ ആ വീട്ടിൽ താമസിക്കുന്നവർ ആ വീട്ടിൽ കൊണ്ടുവന്ന് വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു. അപ്പോൾ ഇവരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ ആ നാട്ടിൽ താമസിക്കുന്ന മറ്റുള്ള ആളുകൾ അവരുടെ ബേസ്മെന്റിൽ അടച്ചിട്ടിട്ട് അവരെല്ലാവരെയും ജീവനോടെ കത്തിച്ച് കൊല്ലുമായിരുന്നു. അതിനുശേഷം അവരുടെ ആത്മാക്കള് ആ വീട്ടിൽ ചുറ്റി നടക്കുന്നുണ്ട് എന്നും പലരും പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയത്, അതുകൊണ്ട് നിങ്ങൾ ആ വീട് വിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് ബ്രിട്ടി പറയുന്നതും ഇത് കേട്ട് എറിക്ക് പറയും, നിങ്ങളുടെ വിഷമമല്ല എനിക്ക് മനസ്സിലാവും, ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കാം, എന്തായാലും ആ ഒരു വീട് റെനോവേറ്റ് ചെയ്ത് തരാമെന്ന് ഇതിനു മുന്നേ താമസിച്ചിരുന്ന ആ ഒരാൾ പറഞ്ഞിരുന്നു, പിന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിലും എനിക്ക് ഇത്തരം കാര്യങ്ങളോടൊന്നും വലിയ വിശ്വാസമില്ല, എന്നാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഹീറോ സാധാരണ രീതിയിൽ പറയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ബ്രിട്ടിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അതേസമയം ഇവിടെ വീട്ടിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ആൻഡ്രൂവിന്റെ മുറിയിലേക്ക് ചെല്ലാണ്. അവ ഉറങ്ങിയത് നോക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ ആരോട് സംസാരിച്ചിരിക്കുന്നു. ഹീറോയിൻ ആദ്യം ഞെട്ടും, കാരണം ഒരു ചെറിയ പെൺകുട്ടി അവൻ അടുത്തിരിക്കുന്നത് പോലെ. ഹീറോയിൻ ഇപ്പോൾ പതിയെ അടുത്തേക്ക് ചെന്ന് തുറന്നു നോക്കുമ്പോൾ അത് ആ ഒരു പാവയുണ്ടല്ലോ അതാണ്. ഹീറോയിൻ ഇത് കാണുമ്പോൾ, ഓ നീ വീണ്ടും ഈ പാവനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നേ എന്ന് പറഞ്ഞ് ആ പാവയെ എടുത്ത് നേരെ വെളിയിലേക്ക് വന്നിട്ട്
ആ വേസ്റ്റ് ബിന്നിലേക്ക് ഇടും. പക്ഷെ ഇത്തവണ അതിനെ കത്തിച്ചു കളയാണ്. കാരണം അവൻ ഇനിയും അത് എടുത്തുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ അവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. ആ പയ്യൻ വീണ്ടും അതിനകത്ത് അതേ പാവയോടൊപ്പം സംസാരിച്ചിരിക്കുന്നു. ഈ വീട്ടിലുള്ളവർ നിന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അവരെല്ലാവരും ഉടനെ തന്നെ നിങ്ങളെ മനസ്സിലാക്കും എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ കുട്ടികളെല്ലാവരെയും സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് തന്റെ കാറും എടുത്ത് ആ ഒരു തെറപ്പിസ്റ്റ് ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു കാട് വഴിയെ കാർ ഓടിച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് കാറിനടുത്ത് നിൽക്കുന്നു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ഈ ഒരു കാറിന് എന്തോ ഒരു പണി വന്നതുപോലെ. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവൾ അവിടെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് അവിടെ വേറൊരുത്തം വരുന്നത്. ഏയ് എന്ത് പറ്റി മാഡം, കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് അവനായിട്ട് തന്നെ മുന്നിലേക്ക് ചെന്നിട്ട് ആ കാറിന്റെ പ്രശ്നം എന്താണെന്ന് നോക്കി അത് പരിഹരിക്കുകയാണ്. അങ്ങനെ ഹീറോയിനോട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ അവന്റെ പേര് വില്യം എന്നാണ്. ഇപ്പോൾ വില്യം ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു വീട് വാങ്ങി നിറഞ്ഞു, അതും ആരും താമസിക്കാൻ മടിക്കുന്ന ആ ഒരു വീട്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള ആളുകൾ പല കാര്യങ്ങളും പറയും, അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്, അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ലത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ഇവൻ എന്തിനാ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നത് എന്നുള്ള രീതിയിൽ അവനോട് ടാങ്ക്സ് പറഞ്ഞ് കാർ എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ആ ഒരു ചിന്തയോടെ തന്നെ നേരെ കാർ ഓടിച്ചിട്ട് ആ ഒരു തെറപ്പിസ്റ്റ് ഉണ്ടല്ലോ ഡോക്ടർ, അയാളുടെ അടുത്തേക്ക് പോകുന്നു. ഇപ്പൊ അവിടെ വന്നിട്ട് ഹീറോയിൻ എപ്പോഴും ഇവിടേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം അവൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരുന്നെങ്കിൽ, അന്ന് അവളുടെ കുട്ടിയെ നല്ലതുപോലെ നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ആ കുട്ടിക്ക് ഇതുപോലൊരു അവസ്ഥ സംഭവിക്കില്ലായിരുന്നു, അവൾ മരിക്കില്ലായിരുന്നു. അത് തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഹീറോയിന്റെ മനസ്സിൽ എപ്പോഴും ആ ഒരു വിഷമമുള്ളത്, അത് ഒരു കുറ്റബോധം പോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇവർ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഹീറോയിനും അവളുടെ ഭർത്താവും റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് വിളിയിൽ ആ ഒരു രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് കരയുന്ന ഒരു ശബ്ദം കേൾക്കുന്നു. രണ്ടുപേരും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവളുടെ ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ അവിടെ ആൻഡ്രൂ വന്ന് വീണിട്ടുണ്ട്. അവനാണിപ്പോൾ കൈകാലം ഓടിച്ചിട്ട് രക്ഷപ്പെടുത്താൻ പറയുന്നത്. അങ്ങനെ ആൻഡ്രോയെ പൊക്കിയെടുത്ത് കരയിലേക്ക് കിടത്തി. അവന് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും അവനെ മുറിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോയിൻ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ, എന്തിനാ നീ ഒരു പൂളിലേക്ക് പോയത്, എത്ര ഡേഞ്ചർ ആണെന്നറിയോ എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ കരഞ്ഞ ആ ഒരു വിഷമത്തില് കുട്ടിയെ വഴക്ക് പറയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ ആൻഡ്രോയിനോട് മോനെ ഇനിയെങ്കിലും സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ പതിയെ സമാധാനപ്പെടുത്തി അവനോട് കാര്യങ്ങൾ പറഞ്ഞ് അവനെ റൂമിലേക്ക് പറഞ്ഞുവിടും. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവള് സമാധാനപ്പെടുത്തുന്നുണ്ട്. ഹേയ്, നീയും കുറച്ചൊന്ന് കൂളാവ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് ഈ വിഷമമെന്ന്, എന്നാലും കുട്ടിയോട് ഇത്ര ദേഷ്യപ്പെട്ടെന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം അവളെ സമാധാനപ്പെടുത്തി അവനിപ്പോൾ ഉറങ്ങാനായിട്ട് പോകുന്നതും ഹീറോയിൻ നേരെ ആൻഡ്രൂവിന്റെ മുറിയിലേക്ക് വരും. എന്നിട്ട് അവനോട് അമ്മ നിന്നെ വഴക്ക് പറയരുതായിരുന്നു, അമ്മയോട് ക്ഷമിക്കുന്നെല്ലാം പറഞ്ഞിട്ട് അവനോട് സോറിയെല്ലാം പറഞ്ഞ് അവൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ആൻഡ്രൂ മറ്റൊരു കാര്യം പറയുന്നത്. അമ്മ ഇതിന് കാരണം വേറെ ഒന്നുമല്ല, നിങ്ങള് അവരെ ദേഷ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും ആരെ ദേഷ്യപ്പെടുത്തി, അത് അമ്മയ്ക്ക് തന്നെ അറിയാം എന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് വന്ന ഹീറോയോട് പറയും നമുക്ക് ഈ ഒരു വീട് വേണ്ട, നമുക്ക് ഈ വീട്ടിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും റേച്ചൽ നിനക്ക് തന്നെ അറിയാലോ, ഇല്ലാത്ത പണം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീട് വാങ്ങിയത്, ഇനി ഇതുപോലൊരു വീട് കുറഞ്ഞ വിലയ്ക്ക് എവിടെ കിട്ടുമെന്ന് പോലും അറിയത്തില്ല, അതുകൊണ്ട് നീ അത് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഹീറോയും പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂളില്ലേ അത് നിങ്ങൾ ക്ലോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓക്കെ അതെന്തായാലും ചെയ്യാന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം എല്ലാവരും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്നു. കുട്ടികളാണെങ്കിൽ സ്കൂളിലും ഹീറോ ജോലിക്കും. അപ്പോഴാണ് നമ്മുടെ ആൻഡ്രൂവിന്റെ മുറിയിൽ അവൾ റെക്കോർഡർ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആൻഡ്രൂ ഈ പല ദിവസവും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് അത് ആരോടാണെന്ന് അറിയാൻ വേണ്ടി അവൾ ആ ഒരു റെക്കോർഡർ വെച്ചത്. ഇപ്പൊ ആ ഒരു റെക്കോർഡറിൽ അതെന്താണ് റെക്കോർഡ് ആയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ ഇതെടുത്ത് പ്ലേ ചെയ്യുമ്പോൾ ഓഹോ വേറൊന്നുമല്ല, അതിൽ ആൻഡ്രൂ വേറെ ഏതൊരു ചെറിയ പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ സംസാരം കേൾക്കുമ്പോൾ ഇവരുടെ മരിച്ചു പോയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ അതേ ശബ്ദം. അപ്പൊ ഈ കാര്യം എന്തായാലും ഹീറോയോട് പറയണല്ലോ, അതുകൊണ്ട് അവനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൻ പറയാം അവൻ ജോലിയിലാണ്, തിരക്കിലാണ്, അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും വരാൻ കഴിയത്തില്ല എന്ന് പറയും. കാരണം അവൻ ഇതൊന്നും വലിയ കാര്യമാക്കത്തില്ല, അതുകൊണ്ട് ഇത് ആരോടെങ്കിലും പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് ഹീറോയിൻ ഇതും എടുത്ത് നേരെ ആ ഒരു തെറപ്പിസ്റ്റ് ഉണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അയാളുടെ കയ്യിൽ ആ റെക്കോർഡറിൽ എന്താണ് കേൾക്കുന്നതെന്ന് കേൾപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ആ പെൺകുട്ടി സംസാരിക്കുന്നതായിട്ട് അങ്ങനെയൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നില്ല ഇത് വീട്ടിൽ വെച്ച് കേട്ടതാണ്, ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു ഡോക്ടർ പറയും ഏയ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ചെറിയ കുട്ടികൾ സാധാരണ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നതാണ് ഒറ്റയ്ക്ക്, ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ മറുപടിയില്ല. ഇപ്പോൾ ഹീറോയിൻ്റെ അവസ്ഥയെല്ലാം വെച്ചിട്ട് അയാൾ മനസ്സിലാക്കുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്, നിങ്ങളുടെ ഉൾ മനസ്സിലെ നിങ്ങളുടെ മകൾ മരിച്ച ആ ഒരു കാര്യം തന്നെ, അതിൻ്റെ ആ ഒരു കുറ്റബോധം, ഇതെല്ലാം കാരണം നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം തോന്നുന്നതാണ്, അത് നിങ്ങളുടെ മകളുടെ ആ ഒരു ഓർമ്മകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു കല്ലറ പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെമ്മോറിയൽ പോലെ എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി വെക്കണം, അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നാ ഒരു ഡോക്ടർ പറയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ കുടുംബം അത്ര ഒരു വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ കല്ലറ മറ്റു കാര്യങ്ങളൊന്നും നിർമ്മിക്കാത്തത്.
അങ്ങനെ ആ ഒരു കാര്യം മനസ്സിലാക്കിയ ഹീറോയിനൊക്കെ ഇതെല്ലാം തന്റെ തോന്നലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇപ്പൊ എല്ലാവരും സാധാരണ ജീവിതമാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് ഹീറോയിൻ തന്റെ വീട്ടിലിരുന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമ്പോൾ പുറകിൽ നിന്ന് എന്തൊരു ശബ്ദം, അമ്മ എന്നെ നോക്കെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എവിടെ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത് എന്നറിയാൻ വേണ്ടി ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അങ്ങനെ ആ ഒരു വശത്തേക്ക് നടന്നു വന്ന് നോക്കുമ്പോഴാണ് അവിടെ വലിയൊരു ഫോട്ടോ ഉണ്ട്. ആ ഒരു മരിച്ച പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ ഫോട്ടോ. അപ്പൊ അതെടുത്ത് ഹീറോയിൻ നോക്കി നിൽക്കുന്നതും ഇപ്പൊ വെളിയിൽ ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. ഹീറോയിൻ വന്ന് ഡോർ തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ബ്രിട്ടി എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ സുഹൃത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ മുത്തശ്ശി അമ്മ ആരാണ്. അപ്പോൾ ഹീറോയിൻ അവരെ അകത്തേക്ക് കൊണ്ടുവരുന്നതും അവരിപ്പോ ഹീറോയിൻ നോക്കി പറയുന്നുണ്ട്, മേഡം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സത്യമാണ്. കാരണം ഈ വീട്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മന്ത്രവാദം, കൊല, ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ തിരിച്ച്, ഓ അങ്ങനെയാണോ, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അല്ല മേഡം, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം എന്താണ് എന്നങ്ങ് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യവും നമ്മുടെ ഹീറോയിൻ അത്ര കാര്യമൊക്കെ എടുക്കുന്നില്ല. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇതിനു മുന്നേ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹീറോയിന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ആ ഒരു ഡോക്ടറിനോട് പോയി സംസാരിച്ചതുകൊണ്ട് ഇതെല്ലാം തന്റെ തോന്നലായിരിക്കും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവൾ ഇതൊന്നും വലിയ കാര്യമാക്കാത്തത്. ആൾറെഡി അവർ വിശ്വാസം എന്നുള്ളൊരു ഫാമിലി അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ സ്ത്രീയും വിടുന്നൊരു ലക്ഷണമില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബേസ്മെന്റിന്റെ അടിയിൽ നരകത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു വാതിലുണ്ട്. ഒരുപാട് വാതിലുകളുണ്ട്, അതിലൊന്നാണ് ഇവിടെയുള്ളത്. അത് തുറന്ന് ഭൂമിയിലേക്ക് സാത്താന്മാർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കരുത്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നെല്ലാം പറയുമ്പോൾ ഹീറോയും പറയും, ശരി മേഡം, നിങ്ങളും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പോയിക്കോന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ്. അപ്പോഴാണ് ബ്രിട്ടി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ വീണ്ടും നമ്മുടെ ഹീറോയെ കാണാനായിട്ട് വന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. സാർ, ഞാൻ പറഞ്ഞത് സത്യമാണ്, നിങ്ങളുടെ വീടിനടിയിൽ ഒരു ബേസ്മെന്റ് ഉണ്ട്. ഇതിനു മുന്നേ അവിടെ താമസിച്ചിരുന്ന ആള് അത് റെനോവേഷൻ ചെയ്തു എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അത് പകുതിയിൽ വെച്ചിട്ട് അയാൾ നിർത്തിയിട്ട് പോയി. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ടെങ്കിലും ഹീറോ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അവൻ ഈ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ പറയുന്നതൊന്നും അവ ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോൾ അവൾക്കും വേറെ ഒന്നും പറയാൻ കഴിയാതെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരു ദിവസം ഇതുപോലെ ഹീറോയിനെ ചികിത്സിക്കുന്ന ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ ഇവരുടെ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ അവിടെ ഹീറോ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ആ ഡോക്ടർ ചോദിക്കുന്നത്, നിങ്ങളുടെ ഭാര്യ ഇപ്പം എങ്ങനെയുണ്ട്? മെന്റലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഹീറോ പറയും, അതെ മെന്റലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത് എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയും, എന്തൊക്കെയായാലും ഒരമ്മയ്ക്ക് തൻ്റെ കുട്ടിയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരിക്കും, കാര്യമൊക്കെ കണ്ട അതെന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറും. അപ്പോൾ ഡോക്ടർ ഈ ഒരു കാര്യം പറഞ്ഞു തീരുന്നതും ഇവിടെയാണ് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഞെട്ടുന്നത്. ഏയ് എന്ത്, ഞങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെട്ടെന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടർ പറയും, അതെ നിങ്ങളുടെ മൂന്നാമത്തെ കുട്ടി, ആ കുഞ്ഞ് മരിച്ചതുകൊണ്ടല്ലേ നിങ്ങൾ വീട് മാറി ഇവിടേക്ക് വന്നതും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതുപോലെ മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഹീറോ ഇപ്പോൾ ഷോക്കാവുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കാതെ ഹീറോ തന്റെ കാറും എടുത്ത് നേരെ വെളിയിലേക്ക് വരും. അവന്റെ സുഹൃത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ ബ്രിട്ടി, അവളെ വിളിച്ചിട്ട്, അതെ നിങ്ങൾ ഞങ്ങളുടെ വീടിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു തരോ, അന്ന് നല്ലതുപോലെ കേൾക്കാൻ കഴിഞ്ഞില്ല. ഈ വീടിന്റെ ചരിത്രം അല്ലെങ്കിൽ ഇതിനു മുന്നേ താമസിച്ചിരുന്ന ഫാമിലിക്ക് എന്താ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയാണ് ബ്രിട്ടി പറയുന്നത്, അതെ നിങ്ങൾക്ക് മുന്നേ ഇവിടെ താമസിച്ചിരുന്നൊരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു ചെറിയ പെൺകുട്ടി 7 വയസ്സുകാരി അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചു. അതിനുശേഷമാണ് ആ ഒരു ഫാമിലി ആ വീട് വിട്ട് അവിടെ നിന്ന് പോയത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്കുള്ളത് 2 കുട്ടികൾ, അപ്പോൾ ആ ഒരു ഡോക്ടർ പറഞ്ഞത് ഏത് കുട്ടിയെ പറ്റിയാ, ഇതിലെന്തോ ഒരു കാര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവും. ഇപ്പോൾ ഹീറോ വീട്ടിലേക്ക് വന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ലൈറ്റുകളെല്ലാം അണച്ചിട്ടേക്കുന്നു. അങ്ങനെ ഹീറോ അകത്തേക്ക് വന്നിട്ട് ആ കുട്ടികളെ വിളിച്ചു നോക്കുകയാണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും വീടിനകത്ത് കാണുന്നില്ല. അങ്ങനെ വീടിനകത്തെല്ലാം നോക്കിയിട്ട് അവസാനം നമ്മുടെ ഹീറോയിനെ അവൻ കണ്ടുപിടിക്കും. ഇപ്പോൾ കാണിക്കുമ്പോൾ ഹീറോയിന്റെ കയ്യിൽ ആ ഒരു പാവയുണ്ടല്ലോ അതിനെടുത്ത് കയ്യിൽ വെച്ചവളിരിക്കുന്നു. അപ്പോൾ ഹീറോ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളുടെ സ്വന്തം കുട്ടിയെ പോലെയാണ് അവള് പെരുമാറുന്നതെല്ലാം, അത് സംസാരിക്കുന്നത് നോർമലായിട്ട് തന്നെയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ നമ്മുടെ കുട്ടികളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ബേസ്മെന്റിലുണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന ഹീറോയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ വരുന്ന എല്ലാവരും ഈ വീട്ടിലൊരു ബേസ്മെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹീറോ ഒരിക്കലും അങ്ങനെ ഒരു ബേസ്മെന്റ് ഈ വീട്ടിൽ കണ്ടിട്ടില്ല. അങ്ങനെ അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഹീറോ തന്റെ കയ്യിലുള്ള ആ ഒരു ടോർച്ചും കൊണ്ട് ആ വീട് മുഴുവനായിട്ട് അന്വേഷിക്കാണ്. അങ്ങനെ പടി ഇറങ്ങി താഴേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു റൂം തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് എന്തോ ഒരു പാർട്ടി പോലെ നടക്കുന്നു. അതും അതിനകത്ത് ഒരുപാട് ആളുകളുണ്ട്. ഇവരാരെ ഹീറോ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. നോക്കുമ്പോഴാണ് ഇതിനു മുന്നേ നമ്മുടെ ഏപ്രിലിനോട് വന്ന് സംസാരിച്ച ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണും അതേപോലെ ഹീറോയിനെ ഒരു സീനിൽ ആ ഒരു കാറ് റെഡിയാക്കി സഹായിച്ചല്ലോ, അവർ രണ്ടുപേരും ഇതിനകത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ വീടിന്റെ യഥാർത്ഥ ഓണർമാര് ഇവരാണെന്ന് തോന്നുന്നു, ആ ഒരു തലമുറയിൽ പെട്ടവര്. അപ്പോൾ അവിടെയുള്ള എല്ലാവരും തിരിഞ്ഞ് നമ്മുടെ ഹീറോയെ നോക്കും.
അപ്പോഴാണ് ആ ഒരു ഓണർ ഉണ്ടല്ലോ അവൻ പറയുന്നത്, ഒരാവശ്യമില്ലാതെ ഇവൻ ആ ഒരു കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അവർക്ക് ഡിന്നർ കൊടുത്ത് അവരെ സൽക്കരിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയെ വഴക്കു പറയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ റേസിസം ഉണ്ടല്ലോ, ആ സംഭവം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആ ഒരു കുടുംബം ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ മാത്രം വെറുത്തിരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് ഇവരുടെ മന്ത്രവാദത്തിനും അതേപോലെ തന്നെ അവരോടുള്ള ആ ഒരു ദേഷ്യം കാരണം അവരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊല്ലുമായിരുന്നു. ഇപ്പൊ അങ്ങനെ റേസസ് ഉള്ള ആളുകൾ താമസിച്ചിരുന്നൊരു വീടാണ്. അവിടെ നമ്മുടെ ഹീറോ ഇതുപോലെ അവന്റെ സുഹൃത്തിനെ കൊണ്ടുവന്ന് ഡിന്നർ കൊടുത്തതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ദേഷ്യം. അതുകൊണ്ട് ഇവനെ വെറുതെ വിടരുതെന്നും പറഞ്ഞ് ഇവനൊരു ശിക്ഷ കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ഹീറോയുടെ തലയിലേക്ക് ഇവരൊരു ചാക്കെടുത്തിരുന്നു. പെട്ടെന്നാണ് ഹീറോ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവിടെ അവൻ കണ്ടിരുന്ന ആരുമില്ല. പകരം ആ ഒരു വീടിന്റെ ഓണർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവൻ മാത്രം അവിടെ നിൽപ്പുണ്ട്. അതുമല്ല അവനാണെങ്കിലോ ഇപ്പോൾ അവന്റെ കണ്ണെല്ലാം കറുത്തിട്ട് ഹീറോയെ നോക്കി ചിരിക്കുന്നു, അവനെന്തോ ഭീഷണിപ്പെടുത്തുന്ന പോലെ. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് ആ ഒരു മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആൻഡ്രൂ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവന്റെ മുറിയിലേക്ക് ഹീറോ പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കബോർഡ് ഉണ്ട്. അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇനിയിപ്പോ കുട്ടികള് ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹീറോ ആ ഒരു കബോർഡിന്റെ ഭാഗം മാറ്റുമ്പോഴത്തേക്കാണ് അതിനുള്ളിലേക്കാണ് ആ ഒരു ബേസ്മെന്റ് ഉള്ളത്. ഇതുവഴിയാണ് അവിടേക്ക് പോകേണ്ടത്. അപ്പൊ ഇത്രയും നാളായിട്ട് ഇവിടെയുള്ള ഒരു പറഞ്ഞ ആ ഒരു ബേസ്മെന്റ് ഇതാണ്. അങ്ങനെ ഹീറോ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു പെട്ടി അടച്ചു വെച്ചേക്കുന്നു. അപ്പൊ ആ ഒരു പെട്ടിക്കുള്ളിൽ നിന്നാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ആ ഒരു പെട്ടി തുറക്കാൻ വേണ്ടി ഹീറോ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ അടുത്തുള്ള ഒരു ഹോളിൽ നിന്നും ലില്ലിത്ത് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ ദേഹം മുഴുവനായിട്ടും രക്തമായിട്ട് അങ്ങനെ എഴുന്നേറ്റ് വരുന്നു. ഇത് കാണുമ്പോൾ ഹീറോ പേടിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട്, ഈ പെട്ടിക്കുള്ളിൽ തന്റെ കുട്ടികളുണ്ടെന്ന് വിചാരിച്ചേ അത് തുറക്കാനുള്ള ആ ഒരു ധൃതിയിലാണ്. അങ്ങനെ അവസാനം ആ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അടുത്തൊരു ടെസ്റ്റ്. അതിനകത്ത് ഈ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വീണ് മരിച്ചൊരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ ശരീരമാണുള്ളത്. ഈ പെൺകുട്ടിയെ ഹീറോയ്ക്ക് അറിയത്തുപോലുമില്ല. അങ്ങനെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഹീറോ ആ ബേസ്മെന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ കഴുത്തിലേക്ക് ഒരു കയറ് വന്ന് വീഴുന്നു. എന്നിട്ട് ഹീറോയെ വലിച്ചെടുത്ത് അതിനുള്ളിലേക്ക് കൊണ്ടുപോകും. ആ പാവയിരിക്കുന്നു. അതേപോലെ തന്നെ ഹീറോയിനടുത്തായിട്ട് ലിലിത്ത് എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ആത്മാവും. സത്യത്തിൽ ആ ഒരു ആത്മാവാണ് ഹീറോയിനെ കൺട്രോൾ ചെയ്തിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കാണ്. കാരണം ഹീറോയിന്റെ കുട്ടികളെയും ഭർത്താവിനെയും അതിനുശേഷം ആരും കണ്ടുപിടിച്ചിട്ടില്ല. അവർ കാണാതായി. ഒരുപക്ഷെ അവരെ കൊന്നത് ഹീറോയിനാണെന്ന് വിചാരിച്ചിട്ടാണ് അവളെ പിടിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ അവളാണെങ്കിലോ ഇപ്പോഴും ആ ഒരു ആത്മാവിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് അവളെ എല്ലാ ദിവസവും ആ ഒരു ഡോക്ടർ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുമ്പോൾ ഇതിൽ സംഭവിച്ച പല കാര്യങ്ങളും റിയൽ ആയിട്ട് സംഭവിച്ചതായിട്ട് ആ റിയൽ ആയിട്ടുള്ള ആളുകളെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ അമാനുഷികമായിട്ടുള്ളൊരു വീടുണ്ടായിരുന്നെന്നും അവിടെ താമസിക്കാൻ പോയൊരു കുടുംബം, ഇതുപോലെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയെല്ലാം അവർ പറയുന്നുണ്ട്. അതോടെ ഈ മൂവി ഇപ്പോൾ പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.